അപ്പോൾ ഗായ്സ് നമ്മളിത് കുറുവാദ്വീപിൽ വന്നിട്ട് ചെങ്ങാടത്തെ കയറാൻ പോവാണ്. ചെങ്ങാടത്തെ കയറി ഒരു ദ്വീപാണ്. ദ്വീപിൻ്റെ അപ്പുറം ചെന്നിട്ട് അവിടെ കുറേ ദ്വീപുകളും കാര്യങ്ങളുണ്ട് കുറുവാദ്വീപ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെങ്ങാടമുണ്ട്. ചെങ്ങാടത്തെ കയറി എല്ലാവരും കൂടെ പോകാൻ പോവാണ് അപ്പുറത്തേക്ക്. ഇതേ എല്ലാവരും നമ്മൾ ചെങ്ങാടത്തെ കയറാൻ ഇവിടെ ക്യൂ ആണ്. ഇവിടെ ഉണ്ടോ ഒരു പുഴ പോലെ ഒരു സംഭവമാണ്. ചെങ്ങാടൊക്കെ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അതേ കയറാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നോക്കിയുണ്ടോ എല്ലാവരും ചെങ്ങാടത്തെ കയറാൻ വേണ്ടി റെഡി ആയിക്കോണം നമ്മൾ ബാക്കിൽ. അപ്പോൾ നമ്മളെല്ലാവരും ചെങ്ങാടത്തെ കയറാൻ പോകണം. അതുപോലെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഇത് കയറി കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം കേട്ടോ. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇത് ചെങ്ങാടം കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ചെങ്ങാടത്തിൽ ഇതുപോലെ ആളുകൾ എല്ലാം കയറുകയാണ്. എല്ലാവരും കയറാൻ പറ്റില്ല, ഒരു കുറച്ച് പേരാണ് ഇത് കയറുള്ളൂ കേട്ടോ. ചെങ്ങാടത്തിൽ കയറുമ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ധരിക്കേണ്ടതാണ്. മുതലും ചിങ്ങണ്ടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളിത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുവാണ്. നമ്മളിത് മച്ചാനെ കൂടെ ഉണ്ട് കേട്ടോ. അതെ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ദേ നമ്മുടെ കൂടെ വന്ന കുറച്ച് പേര് ദേ പോകാൻ പോവാണ്. ദേ ചെങ്ങാടത്തിൽ ഇതാണ് കുറുവാദ്വീപിലെ ചെങ്ങാടത്തിൻ്റെ വൈബ്. ഹായ് ഹായ്. അപ്പോൾ ആദ്യം പോയൊരു ദേ കുറച്ച് പേര് അപ്പുറത്തേക്കൂടെ പോകണ്ട കേട്ടോ, ദൂരേക്ക്. ഈ കയറെ പിടിച്ചാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് ചെങ്ങാടത്തെ പോണ ആളുകൾ കണ്ടോ. ഇത് അടുത്ത ബോട്ട് നമുക്ക് കയറാനുള്ള വരുന്നത് കേട്ടോ. ഇത് ചെങ്ങാടത്തെ പോകണം. കുറച്ച് പേര് പോയി അപ്പുറം എത്തിയാണ് കേട്ടോ. നല്ല അടിപൊളി വൈബാണ് കുറുവാദ്വീപ്. വയനാട് വരുമ്പോൾ എന്തായാലും നിങ്ങൾ കുറുവാദ്വീപിൽ വരാതെ പോരുത്. നമുക്ക് കയറാനുള്ളത് സംഭവം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അടുത്ത് എല്ലാവരും കൂടെ കയറാൻ പോകണം ചെങ്ങാടത്തിലേക്ക്. ചാടി കയറുന്നത് പതുക്കെ കയറണം. ദൈവമേ കണ്ടോ കയറാൻ പോകണം. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഉണ്ടോ. നമ്മളെല്ലാവരും കയറിയതേ കണ്ടോ. ഓക്കെ ഇരിക്കാമെങ്കിൽ ഞാനോടി നോളാം. ഇതിന്റെ അടിയിൽ ക്യാനാണോ കേട്ടോ. നമ്മുടെ പുറകിൽ നിന്ന് ചേട്ടനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഉണ്ടോ ഈ കയറെ പിടിച്ചാണ് ഇവിടെ ഈ ചെങ്ങാടം പോകുന്നത്. ഈ കയർ ഇങ്ങനെ ചുറ്റുവിട്ടുണ്ട്. നമ്മൾ കരയെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഉണ്ടോ കയറുണ്ടോ. കയറ് പിടിച്ച് ചേട്ടൻ ചതി ഇങ്ങനെ കൊണ്ടുപോകണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ അക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം അക്കരെ എത്തിച്ചേരും. അപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് നിങ്ങളുണ്ടോ. നല്ല അടിപൊളി പുഴ. ഇത് പുഴയല്ലേ ശരിക്കും കബിനിയാണ്. കബിനി. അതെ കബിനി നദിയിലൂടെയാണ് നമ്മൾ ചെങ്ങാടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഗായ്സ്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കബിനി നദി അത് തന്നെ. കബിനി നദിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ നമ്മളിത് അക്കരെ ചെല്ലാറായിട്ടോ. ആദ്യം വന്നവർ ചെങ്ങാടൊക്കെ പ്രത്യേകം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണം മൊത്തം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെങ്ങാടം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നത് അങ്ങ് ദൂരേന്ന് കണ്ടോ. ബാക്കിലൊക്കെ കാണാൻ പോകണം. എത്താൻ പോകണം ചെങ്ങാടം ഉണ്ടോ. നമ്മൾ ചെങ്ങാടത്തിൽ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോഴല്ലോ ഹില്ലി കൊണ്ടല്ല മനോഹരമായിട്ടുള്ള പാലങ്ങളും ആൾക്കാർ നടന്നുണ്ടോ. പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാടാണ്. അതുപോലെ കാടിലൊക്കെ ഇങ്ങനെ ഓരോ മരത്തേലൊക്കെ ഇതുണ്ടോ ഇങ്ങനെ ഓരോതൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഉണ്ടോ. ഹില്ലിയുടെ ഇതുകൊണ്ടാണ് മൊത്തം അതിലൂടെ പാലുണ്ടാക്കിയാണ്. നല്ല രസമുണ്ട്. എടുത്തോ നമ്മൾ ഈ പാലത്തേടെ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ കുറുവാദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 9:00 നമ്മൾ ഇങ്ങോട്ട് എൻട്രി ആയി. ഇനിയിപ്പോൾ 12 മണിക്ക് തിരിച്ച് ചെല്ലണം. അതാണ് നമുക്ക് ലഞ്ച് ടൈമിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങാൻ പോകുന്നത്. ഇതിലൂടെ നടന്നു വരുമ്പോൾ ഉണ്ടോ കൂടാരങ്ങൾ, പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ റീൽസ് എടുക്കാൻ ആളുകൾ കയറിയെന്ന് ചെയ്യുന്നുണ്ടോ. ഇവിടെ ഇതിൽ ഇരിക്കാനുള്ള സംഭവമുണ്ട്. എല്ലാ മരത്തിലും അതിൻ്റെ പേരും എല്ലാം എഴുതാൻ കേട്ടോ കേട്ടോ. പല വഴികളുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ പോകാൻ. വനത്തിൽ പുകവലിയും മദ്യപാനവും പാടില്ല. കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് കൂടെ എല്ലാവരും വരുന്നുണ്ട്. ഇതുണ്ടോ അതുപോലെ ഇലിപ്പ അതിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്നവർക്ക് ഇപ്പോൾ നല്ല തണുപ്പാട്ടോ. കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്.
അടിപൊളി ഒരു കൂടാരമുണ്ട്, അടിപൊളി, കൊള്ളാം, സൂപ്പർ. കണ്ടോ ഇല്ലിയും കൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കണ്ടോ എന്നാലും നട്ടുച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ ചൂടായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് വിശ്രമിക്കാം. ചൂടെന്ന് വെച്ചാൽ തണുപ്പ, ഒത്തിരി ചൂടൊന്നും ഉണ്ടാവില്ല. അതെ, ഇപ്പോൾ അതുപോലെ തന്നെ അത് ഇതിൽ വള്ളി ഇട്ട് തിരിച്ചിട്ടുണ്ട് വഴി പോകാൻ വേണ്ടി. നമുക്ക് പോകാൻ വേണ്ടിയുള്ള കപ്പല് ചേർ. ഈ സാധനത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചില നാളുകാർ പോയിട്ട് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ചൊറിഞ്ഞ് തടിച്ച് ഇങ്ങനെ പൊട്ടും. ആസ്വാദനം അനുവദനീയമായ പരിധിയിൽ മാത്രം ഒതുക്കുക, ഒത്തിരി ആസ്വദിക്കരുതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വഴികളുണ്ട് നേരെ അങ്ങോട്ട്. നമ്മളിങ്ങനെ നടന്നാലും തീരില്ലാത്തോളം കടലുള്ളികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. തൊട്ടിട്ട് നല്ല രസമുള്ള പുഴ. പിന്നെ ഇതുപോലെ വിശ്രമിക്കാനുള്ള സംവിധാനമുണ്ട്. അവിടെ ഓരോ സ്ഥലത്തേടെ അവർ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ കോളി, മരത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തും ഇല്ല മരം നോക്കി ആണോ. അപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ കുറേ പേരുണ്ട്, അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല ഫോട്ടോ പോയിന്റ് മരം മരത്തെ കയറിയിരിക്കാം കണ്ടോ. കയറി ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ മുകളിലൊക്കെ അതേ മരത്തിൻ്റെ തോലൊക്കെ കണ്ടതല്ലേ മിനിസം പോലെ ആയിട്ടിരിക്കുക. നല്ല അടിപൊളി കണ്ടോ, സൂപ്പർ. അവിടെ നാട്ടി മതി കണ്ടോ, നിറച്ച് മരക്കൂട്ടങ്ങൾ, അടിപൊളി വൈബാണ്. ചൂടില്ല എന്തായാലും ഇവിടെയാണ് എല്ലാവരും ലാസ്റ്റ് നിമിഷത്തിൽ വന്ന് ചേരുന്ന സ്ഥലം. എല്ലാവരും ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ കണ്ടോ. അതിലൂടെ നിറച്ച ആളുകളാണ്. ഇവിടെ വെള്ളം ഇപ്പോൾ കുറവാണ്, മഴക്കാലം അല്ലാത്തതിന് വെള്ളം കുറവാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇവിടെ ഇറങ്ങിയിരിക്കാം. അവിടെ അതിലൂടെ ആളുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ചുറ്റിനും കണ്ടോ. ഇവിടെ വരുമ്പോൾ മാത്രമേ പ്രത്യേക ഒരു വൈബാണ്. ചാടിക്കടന്ന് പോകുന്നുണ്ട്. പാറക്കല്ലുകളൊക്കെ തന്നെയാണ്, അങ്ങനെ സൂക്ഷിക്കുക അതിലൂടെ കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ. കൈതച്ചക്ക എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതേ ഇതാണ് കൈതച്ചക്ക എന്ന് പറഞ്ഞ സംഭവം. ആരും കണ്ടിട്ടില്ലെങ്കിൽ വിശദമായിട്ട് കണ്ടോ. ഇതിനാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ എന്നാ പറയണേ, ഈ പായൊക്കെ നെയ്യണാണ് കണ്ടോ. പായൊക്കെ നെയ്യണത് കണ്ടോ. ഇതിൻ്റെ ഓല വെച്ചിട്ട് പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ചുറ്റിനും നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ കരിച്ചക്ക. ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല മുള്ളു പോലൊരു സംഭവമാണ്. നമ്മൾ കൈ തൊട്ടപ്പോൾ മുള്ളു പോലൊരു ഇതാണ്. ഇവിടെ നല്ല അടിപൊളി വൈബാണ് ആൾക്കാർ. അപ്പോൾ ഇറങ്ങിക്കോ. അപ്പോൾ നമ്മുടെ ചേച്ചിമാരെല്ലാവരും വെള്ളത്തിലിറങ്ങാൻ പോകണം. തണുപ്പുണ്ടോ ഉണ്ടല്ലേ. ധൈര്യമായിട്ട് നോക്കാം, ഒന്നും പേടിക്കണ്ട. മുങ്ങിച്ചാവില്ല, അതിന് മാത്രം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുള്ളൂ. ചെരുപ്പ് പോയിട്ട് നോക്കോ. കല്ലുകളൊക്കെ എന്നാ പ്രത്യേകത എന്ന് പറഞ്ഞേ, മിനുസുള്ള കല്ലുകൾ. ആ മിനുസുള്ള കല്ലുകളായതുകൊണ്ട് അതിനകത്ത് ചവിട്ടുമ്പോൾ സൂക്ഷിച്ച് ചവിട്ടണം, തെന്നും. വേണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ എല്ലാവരും വെള്ളത്തിൽ കൂടെയൊക്കെ നടന്നു വരും കേട്ടോ. ഇതിലൂടെയൊക്കെ ഇങ്ങനെ വരാൻ പറ്റും, പേടിക്കൊന്നും വേണ്ട. ഇവിടെ കുറുവാദ്വീപിൽ വന്നപ്പോൾ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളിവിടെ വന്നിട്ട്. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഊഞ്ഞാലാടി ആണോ? വെള്ളത്തിലിറങ്ങി എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ എൻജോയ് ചെയ്ത് ശരിക്കും എല്ലാവരും. അടിപൊളിയായിരുന്നു. കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്. സ്ഥലങ്ങൾ കുറച്ച് നടന്ന് കാണാനും ഒത്തിരി ഫോട്ടോ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം എൻജോയ് ചെയ്തു, ഇഷ്ടപ്പെട്ടു. വെള്ളത്തിലൊക്കെ ഇറങ്ങിയോ നിങ്ങൾ? ഇറങ്ങിയോ? എടുത്തു അല്ലേ. നമ്മളിതുപോലെ ഈ പാറക്കല്ലുകളൊക്കെ ചാടിക്കിടന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റും. മരത്തിൻ്റെ ചുവട്ടിലൊരെത്തി. ഞാൻ നനഞ്ഞില്ല, ഞാൻ കല്ലേക്കടെ ചാടി വന്നേ, അതുകൊണ്ട് നനഞ്ഞില്ല കണ്ടോ. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഇനി അങ്ങോട്ട് ചാടി കിടക്കണമെങ്കിൽ വെള്ളമാണ്, ഇച്ചിരി നനയും ചിലപ്പോൾ. കുറുവാദ്വീപിലെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നിട്ട് എങ്ങനെ ഒരു അനുഭവം? വെരി ഇൻട്രസ്റ്റിംഗ്. അടിപൊളിയായിരുന്നു. അങ്ങേറ്റം വരെ നിങ്ങൾ പോയോ? തിരിച്ചു വന്നല്ലേ. എവിടെ നിന്നാണ് നിങ്ങൾ തന്നെ? ഞങ്ങൾ പാല. ഓക്കെ. അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പോൾ നമ്മുടെ കുറുവാദ്വീപിലെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈനിലാണ് ബുക്കിംഗ് ഒക്കെ. അപ്പോൾ അവിടെ നമ്മൾ ചെങ്ങാടത്തെ കയറി വന്നു, ഇപ്പുറം വന്നു, ഈ മരങ്ങളുടെ ഇടയിലൂടെ കുറേ നടന്നു വന്നു, കുറേ ഫോട്ടോ പോയിന്റും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ എൻഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. എൻഡിലൂടെ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആൾക്കാർ ബാക്കിലിരിക്കാനുണ്ടോ, അതിൽ ബാക്കിലിരിക്കാം, കുറേ നേരം വിശ്രമിക്കാം, എന്തൊരു സമയം വേണമെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് അങ്ങേറ്റം പോയുണ്ടോ അവിടം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും. അവിടുന്ന് ഒരു കുറേ പോയി കഴിഞ്ഞാൽ ഈ കർണാടക എന്ന് പറഞ്ഞ ബോർഡർ 2-2.5 കിലോമീറ്റർ. അവിടെ എന്തൊരു ആൾക്കാർ തന്നെ. ഇപ്പോൾ നമ്മൾ കുറുവാദ്വീപിലെ
കാഴ്ചകളൊക്കെ കണ്ടു. കുറുവാദ്വീപിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും അവിടെ ഒരു ചെങ്ങാടമുണ്ട്. അപ്പോൾ ചെങ്ങാടത്തെ കയറി ഒരു തോടിൻ്റെ ഇക്കരയ്ക്ക് വരിക. ഇക്കരയ്ക്ക് വന്നിട്ട് പിന്നെ എൻ്റെ പുറകിൽ നമ്മൾ കണ്ട പോലെ കുറേ നടന്നു പോവുക. അപ്പോൾ നടന്നു പോകാൻ കുറേ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളും ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ എൻഡിങ്ങിൽ ചെന്നപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനും വെള്ളത്തിലിറങ്ങാനൊക്കെ അനുമതിയുണ്ട്. നിന്നു. മഴക്കാലത്ത് ഇറങ്ങാൻ പറ്റില്ലായിരിക്കും, വെള്ളമായിരിക്കും. പിന്നെ ഇതുപോലെ ഇങ്ങനെ മരങ്ങളുടെ ഇടയിലൂടെ നടന്നു വരിക കുറേ ദൂരം. തിരിച്ച് നമ്മൾ വന്ന വഴിക്കടെ തന്നെ നടക്കുക, അവിടെ ചെല്ലുക, ചെങ്ങാടത്ത് കയറുക, തിരിച്ചു പോവുക. അപ്പോൾ കുറുവാദ്വീപിൽ ഇത്തരം കാഴ്ചകളൊക്കെ ഉള്ളൂ. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കാണോ, കണ്ടോ പുഴയുണ്ട്. പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അങ്ങനെ പുഴയുടെ സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നല്ലൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. വേറെ പല പല മരങ്ങൾ നിൽക്കുന്നുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ചെങ്ങാടത്തേക്ക് കയറുക എന്നാണ് മെയിൻ. തിരിച്ച് നമ്മൾ ചെങ്ങാടത്തേക്ക് കയറാൻ പോകുന്നതാണ്. ഉണ്ടോ, നമ്മൾ വന്ന വഴിക്ക് തന്നെ കേട്ടോ. ഇതുപോലെ നല്ല ഇല്ലിപ്പാലമുണ്ട്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അടിപൊളി. ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ഉള്ള സംഭവങ്ങളുണ്ട്. ഫോട്ടോ എടുക്കാനും അതിനൊക്കെ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു 2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളെ കൂടെ വന്നവരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിലുള്ള ആളുകൾ കയറിയുണ്ടോ കേട്ടോ. പാലത്തേടെ നല്ല രസമുണ്ട്. ഫോറിനേഴ്സാണ്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമ്മന്മാരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പോയതിൻ്റെ അനുഭവം? അടിപൊളി, നല്ലൊരു അനുഭവമായിരുന്നു. കൊള്ളാർന്നോ? ഇഷ്ടപ്പെട്ടോ? ഇവിടുത്തെ പൈസ അടിപൊളിയായി. അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയായിരുന്നു. ബിനോയ് ചേട്ടനാണ്. സംഭവം നല്ല അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലമാണ്. നല്ല വ്യൂവും നമുക്ക് നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ല ആസ്വദിച്ച് നടക്കാവുന്ന, എല്ലാവരും വന്ന് നല്ല നല്ല കാലാവസ്ഥ, നല്ല അന്തരീക്ഷം, വളരെ എൻജോയ് ചെയ്ത് നടക്കാവുന്ന സ്ഥലമാണ്. നല്ല സൂപ്പറാണ് സ്ഥലം. എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളതേ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചെങ്ങാടം ഇവിടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെങ്ങാടത്തേക്ക് കയറി അപ്പുറത്തേക്ക് പോകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ചങ്ങാടത്ത് കയറിയിരിക്കുകയാണ്, പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഫോറിനേഴ്സൊക്കെ ഉണ്ട്. ഈ ചങ്ങാടം വെച്ചാൽ വലിയ കേട്ടോ, അതിനകത്ത് ഒത്തിരി പേർക്ക് കയറാൻ പറ്റും. ഉണ്ടോ ചേട്ടാ, നോക്കിയേ, യാ കൊള്ളാം. ഈ ചെങ്ങാടത്തിൽ കയറ് വെച്ചാലുണ്ടോ, ഈ കയറി തൂങ്ങിയാണ് നമ്മളിതേ ഉണ്ടോ ഇങ്ങോട്ട് പോകും. അവിടെ നിന്ന് വരച്ചില്ല നമ്മളെ ഉണ്ടോ. ഇതാണ് അവിടെ എൻഡിങ് ഉണ്ടോ. കുറേ ആളും കൂടെ വരാനുള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യണമായിരിക്കും. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് കാരണം കേട്ടോ. അവിടെ ഇരിക്കുക. എല്ലാവരും ജാക്കറ്റ് കറക്റ്റായിട്ട് ഇടണേ. ഞാൻ നീന്തി വേണ്ടോട്ട് മേളിൽ കയറും. നിങ്ങളെ പോയതാണോ? കിട്ടില്ലേ? കൊച്ചുകളൊക്കെ അതെ ഇട്ടോ ധൈര്യം ഇട്ടോ. ആ ഞങ്ങൾ ടാറ്റാന്നല്ലേ ഉള്ളൂ. ആണോ? ഇരുതായിരുന്നു. ആ ഇവിടെ ചെറിയ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. കടകളെന്ന് വെച്ചാൽ കരിക്കും സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഉള്ളത് നെല്ലിക്ക ഉപ്പിലിട്ടത്, പാവക്കുട്ടികൾ. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചാണല്ലോ, നെൽപ്പാടങ്ങളായിരുന്നു. കൊയ്ത്തൊക്കെ കഴിഞ്ഞെടുക്കുവാണ് കണ്ടോ. ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന വഴിയായിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങോട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയത്. അങ്ങോട്ട് പോയി പെട്ടെന്ന് തിരക്കായി വിട്ടുപോയി കണ്ടോ. ഇവിടെയൊക്കെ മൊത്തം പാടങ്ങളാണ്, മലകളും പാടങ്ങളും കണ്ടോ. ഇവിടെ ഒരു കടയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തൊരു കടയുണ്ട്. ആ ഇപ്പം നിറയെ ആളുകൾ ഇവിടെ ഉണ്ട്, ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം എത്രയോ ആണെന്നറിയില്ല, ഇതേ ഉള്ളൂ. ഓൺലൈനിലാണ് ബുക്കിങ്. പാടത്ത് പശുക്കളും കൊക്കുകളും. വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടുണ്ട്, പക്ഷേ മരത്തിനടിയിലേക്ക് വരുമ്പോൾ തണലാണ്. പശുക്കൾ നിൽക്കുന്നുണ്ടോ അവിടെ കണ്ടോ. അതെ, വയനാടൻ പശുക്കളാണ് ഇത്. അതെ, വയനാടൻ നെൽപ്പാടങ്ങൾ. നെൽപ്പാടം കൊയ്ത നെൽപ്പാടങ്ങൾ. ഇതിലൂടെ കടകളൊക്കെ ഉണ്ട് നമുക്ക്. ഇവിടെ കണ്ണടയും അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്, മേടിക്കാൻ പറ്റും കേട്ടോ. നമ്മളീ പോകുന്ന എല്ലാവരും ഇത് അക്കരെ പോയി എല്ലാം കണ്ട് തിരിച്ചു പോകുന്നവരാണ്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടാണ് കുറുവാദ്വീപിലേക്ക് വരുന്ന വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യണം കേട്ടോ. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ താഴെ വഴിക്ക് ഇറങ്ങി പോകുന്നത്. അവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ താഴെയാണ്.